അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിന് ശേഷം ഖുർആനിലെ 45-ാം അധ്യായം സൂറ അൽ ജാസിയയാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. 17-ാം അധ്യായം സൂറ ബനു ഇസ്രായേലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 111 സൂക്തങ്ങളുണ്ടായിരുന്നു ആ അധ്യായത്തിൽ. സൂറ അൽ ജാസിയക്ക് മുൻപുള്ളത് സൂറ അദ്ദുഖാനാണ്. ഇരട്ടക്കുട്ടികളെന്ന് തോന്നുന്ന രൂപത്തിലാണ് ഈ രണ്ട് അധ്യായങ്ങളുടെയും വിഷയങ്ങൾ. ജാസിയക്ക് ശേഷം വരുന്നത് സൂറ അൽ അഹ്ഖാഫാണ്, 46-ാം അധ്യായം. അവതരണക്രമത്തിൽ 65-ാമത് വരുന്ന അധ്യായമാണ് സൂറ അൽ ജാസിയ. വതറ കുല്ല ഉമ്മത്തിൻ ജാസിയ. ജാസിയ എന്ന് വെച്ചാൽ മുട്ടുകുത്തി വീണ കിടക്കുക എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹു പറയുന്നു, വതറ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ല ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹ അൽയൗമ തുജ്സൗന മാ കുന്തും തഅമലൂൻ. അന്നേരം ഓരോ സമുദായവും മുട്ടുകുത്തിയതായി നിനക്ക് കാണാം. ഓരോ ജനവും സ്വന്തം കർമ്മപുസ്തകങ്ങൾ നോക്കാൻ വിളിക്കപ്പെടുന്നു. അവരോട് പറയപ്പെടും, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം ഇന്നിതാ ലഭിക്കാൻ പോകുന്നു എന്ന്. 28-ാം സൂക്തത്തിലെ ഈ ഒരു വാക്കിൽ നിന്നാണ്, അഥവാ ജാസിയ എന്ന വാക്കുള്ള സൂറ എന്നാണ് താല്പര്യം. ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ തൗഹീദ്, ആഖിറത്ത് മുതലായവയാണ്. നമ്മൾ സാധാരണഗതിയിൽ കേട്ട് പരിചയമുള്ള അബൂ സഹലയുടെ ഒരു ഗാനമുണ്ട്, മിന്നിത്തിളങ്ങും മിന്നാ മിനുങ്ങിൻ്റെ എന്ന് തുടങ്ങിയ. ഇതിൻ്റെ ആദ്യ ഭാഗത്തെ സൂക്തങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് അള്ളാഹുവിൻ്റെ മഹാദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ആ ഒരു പാട്ടിൽ പ്രപഞ്ചനാഥൻ്റെ എല്ലാ വൈവിധ്യങ്ങളും, സൃഷ്ടിപ്പിലെ മഹാത്ഭുതങ്ങളൊക്കെ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. അവതരണകാലം മക്കയിലാണ്. സൂറ അദ്ദുഖാനിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായ ക്ഷാമം പോലൊരു ക്ഷാമം കൊണ്ട് നീ എന്നെ സഹായിക്കണമേ. ആപത്തണയുമ്പോൾ ജനം അള്ളാഹുവിനെ ഓർക്കുകയും തൻ്റെ ഉപദേശം സ്വീകരിക്കാൻ അവർ വരും എന്നായിരുന്നു പ്രവാചകൻ്റെ പ്രതീക്ഷിച്ച. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. നാട് മുഴുവൻ കടുത്ത ക്ഷാമം ബാധിച്ചു. ജനങ്ങളൊക്കെ ആകെ അസ്വസ്ഥരായി. ഖുറൈശി പ്രമാണിമാർ നബിയെ സമീപിച്ചു, അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ആ കൂട്ടത്തിൽ അബ്ദുല്ലാ ബിൻ മസ്ഊദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അബൂ സുഫിയാൻ വരെ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, സ്വജനത്തെ ഈ ആപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. ഈ സന്ദർഭത്തിലാണ് സൂറ ദുഖാൻ അവതരിക്കുന്നത്, സൂറ അൽ ജാസിയ അവതരിക്കുന്നത് എന്നൊക്കെ മുഫസ്സിറുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്തായിരുന്നാലും മക്കയിലാണ് ഈ അധ്യായത്തിൻ്റെ അവതരണം. ഏകദൈവത്വ സിദ്ധാന്തത്തിൻ്റെ തെളിവുകളാണ് വിശദീകരിക്കുന്നത്. എവിടെ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. അതെല്ലാം തൗഹീദിനെ സാക്ഷ്യപ്പെടുത്തുന്നു. പലതരം ജന്തുക്കൾ, രാവും പകലും, മഴ, അതുപോലെ തന്നെ സസ്യങ്ങൾ, ശ്വസിക്കുന്ന വായു, മനുഷ്യൻ്റെ ജന്മം, ഇങ്ങനെ എല്ലാം അള്ളാഹുവിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. ഇന്ന ഫിസ്സമാവാതി വല്ലർളി ലായാത്തിൽ ലിൽ മുഅ്മിനീൻ. നിങ്ങളുടെ സൃഷ്ടിയിലും അള്ളാഹു ഭൂമിയിൽ പരത്തിക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളിലും മഹത്തായ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ സംശയിക്കുന്ന ആളുകൾക്ക് ഇതിലൊന്നും ഒരു തെളിവും കാണാൻ കഴിയുകയില്ല. കേവലം ആശങ്കയിലും അസ്വസ്ഥതയിലും ജീവിക്കുന്നവർക്ക് പ്രപഞ്ചം കണ്ടാൽ ഒന്നും അവർക്ക് തോന്നില്ല.
ഇനി രണ്ടാമത് പറയുന്നത്, മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഇവർ വിശ്വസിക്കുന്ന വിഗ്രഹങ്ങളോ ദേവന്മാരോ ദേവികളോ നൽകിയതല്ല, അതും പ്രപഞ്ചനാഥൻ നൽകിയതാണ്. നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ ദൈവം തന്നെയാണ് മനുഷ്യന് ആവശ്യമുള്ള എല്ലാ നന്മകളും ഈ ഭൂമിയിൽ സംവിധാനിച്ചത്. ഖലഖലക്കും മാഫിൽ അർളി ജമിയ. മറ്റൊന്ന്, മക്കയിലെ അവിശ്വാസികൾ, മുശ്രിക്കുകൾ ഖുർആനിക സന്ദേശം നേരെ കൈക്കൊണ്ട ധിക്കാരവും അഹന്തയും പരിഹാസവും ശക്തമായി അള്ളാഹു ആക്ഷേപിക്കുന്നുണ്ട്. ബനു ഇസ്രായേൽ സമൂഹത്തെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ ഒരു ജനതയായിരുന്നു. എന്നാൽ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുകയും ധിക്കാരപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് സംഭവിച്ച ദാരുണമായ പരിണിതിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യർക്ക് ദീനിൻ്റെ ശരിയായ രാജപാത കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നിങ്ങൾ വിശ്വസിക്കണം, ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകനോടും പ്രവാചക അനുയായികളോടും ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പലതരം പീഡനങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകും. ആളുകൾ നിങ്ങളുടെ അവിവേകം പ്രവർത്തിക്കും, നിങ്ങളെ ആക്രമിക്കും. നിങ്ങൾ അവരോട് വിട്ടുവീഴ്ച കാണിക്കുക, സ്വബർ കൈക്കൊള്ളുക. സ്വബർ കൈക്കൊള്ളുന്നവർക്കാണ് യഥാർത്ഥത്തിൽ വിജയമുള്ളത്. നിങ്ങൾ ക്ഷമിച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സ്ഥൈര്യത്തോടെ ക്ഷമയോടെ നിലകൊണ്ടാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. മറ്റൊരു വിഷയം സൂചിപ്പിക്കുന്നത് പരലോക നിഷേധമാണ്. അവർ പറയും, ഞങ്ങളൊക്കെ ജീവിച്ച് മരണം കഴിഞ്ഞ് അത് എല്ലുകൾ നുരുമ്പിച്ച് ഭൂമിയോട് അലിഞ്ഞു ചേർന്നാലും വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നോ. വലിയ അബദ്ധമാണത്. ഇങ്ങനെ പറഞ്ഞ് പ്രവാചകനെ പരിഹസിക്കുകയാണ് അവർ ചെയ്യുന്നത്. മക്കിയായ സൂറത്തിൽ പല അധ്യായങ്ങളും നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരലോകം പറഞ്ഞ് പരിഹസിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ജീവിതമെന്നത് ഒരു ക്ലോക്ക് പോലെ കുറേ കാലം അതിങ്ങനെ സഞ്ചരിച്ച് പിന്നീട് അതിന് നാശം സംഭവിക്കുന്നു എന്നാണ്. മരണം അങ്ങനെയാണ്. ആത്മാവ് പിടിക്കപ്പെടുകയല്ല, ആത്മാവ് നശിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നു, അങ്ങനെ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഒന്നിങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചതാ. അള്ളാഹുവിൻ്റെ മറുപടി 4 കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഒന്ന്, നിങ്ങളീ പറയുന്ന പരലോക നിഷേധം ഒരറിവും വെച്ചുകൊണ്ടല്ല, കേവലം അനുമാനത്തെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നത്. നിങ്ങൾക്കിത് പറയാൻ വല്ല ഉറപ്പുമുണ്ടോ? ഈ ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. രണ്ടാമത്തേത്, മരിച്ചു പോയവരാരും പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് കണ്ടിട്ടില്ല എന്നത് മാത്രമാണല്ലോ ഈ വാദത്തിനുള്ള നിങ്ങളുടെ ഏറ്റവും മികച്ച ഒരു തെളിവ്. എന്നാൽ മരിച്ചവർ എഴുന്നേൽക്കുന്നില്ല എന്നത് യഥാർത്ഥത്തിൽ ഇത്ര ഗുരുതരമായൊരു വാദം ഉന്നയിക്കുന്നതിന് മതിയായ ആധാരമാണോ? ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നതിനെ, നിർജീവമായ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനൊക്കെ തെളിവ് സഹിതം നിരത്തിക്കൊണ്ട് മരണാനന്തര ജീവിതത്തിന് കൃത്യമായ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റധ്യായങ്ങളിൽ നൽകുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളുടെ അനുഭവത്തിലും ദൃഷ്ടിയിലും വരാതിരിക്കുന്നതിന് ആ കാര്യം ഇല്ല എന്ന അറിവ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ചോദ്യത്തിനും അവർക്ക് മറുപടിയില്ല. മൂന്നാമത്തേത്, ഈയൊരു ഐഹിക ജീവിതത്തോടു കൂടി മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ അത് തീർത്തും അനീതിയാണ് എന്നാണ്. ദുഷ്ടനും സൽക്കർമ്മിയും ഒരുപോലെയാണോ? ഒരാൾ അവൻ്റെ ജീവിതത്തിൽ പരമാവധി തിന്മകൾ ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിച്ച് ജീവിച്ചു. മറ്റാൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മാത്രം ജീവിച്ചു. ഇരുകൂട്ടർക്കും പരിണിതി ഒരുപോലെയാവുമോ? ഇല്ല. നന്മയുടെ സൽഫലവും തിന്മയുടെ ദുഷ്ഫലവും ഉളവാകാതെ, മർദ്ദിതൻ്റെ പരാതികൾ പരിഹരിക്കാതെ, മർദ്ദകൻ അവൻ്റെ ചെയ്തിയുടെ ശിക്ഷ ലഭിക്കാതെ എല്ലാവരും ഒരേ തരത്തിലുള്ള പരിണിതി പോകുക പ്രപഞ്ചനാഥൻ ചെയ്യുന്ന വല്ലാത്ത അവിവേകമായിരിക്കും അത്. മനുഷ്യൻ്റെ നന്മ തിന്മകൾക്ക് ശരിയായ പ്രതിഫലം ലഭ്യമാകുന്ന ഒരു ലോകം അതനിവാര്യമാണ്. നാലാമത്തേത്, പരലോക നിഷേധമെന്നത് മനുഷ്യനെ കടുത്ത ധാർമ്മിക സദാചാരച്യുതിക്ക് വഴിതെളിക്കുന്നുവെന്നാണ്. മനുഷ്യൻ ഇച്ഛകളുടെ അടിമയായി മാറും. അവനിഷ്ടമുള്ളത് ചെയ്യും. എല്ലാ വൃത്തികേടുകളുടെയും ഉടമയായിട്ട് അവൻ മാറും. അതുകൊണ്ട് പരലോകബോധമെന്നത് മനുഷ്യനെ
ശരിയായ ജീവിതത്തിലേക്ക്, നന്മയിലേക്ക് വഴി നടത്തുന്ന കൃത്യമായ സാൻമാർഗിക ബോധമാണ്. ഇത് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവം അള്ളാഹു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകി. ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നു പ്രവാചകന്മാരിലൂടെ. ഈ ന്യായങ്ങളെല്ലാം നിരത്തിയ ശേഷം അള്ളാഹു ശക്തിയായി ഊന്നിപ്പറയുന്ന മറ്റൊരു കാര്യം, ഏവിധമാണോ നിങ്ങൾ സ്വയം ജീവിക്കുന്നവരാവാതെ അള്ളാഹു ജീവിപ്പിച്ചതിനാൽ മാത്രം ജീവനുള്ളവരായോ, ആ വിധം തന്നെ നിങ്ങൾ സ്വയം മരിക്കുന്നുമില്ല. നാം മരിപ്പിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾ മരിക്കൂ. അള്ളാഹ് പറയാ, നിങ്ങളെല്ലാവരും ഒരേ സമയം സമ്മേളിപ്പിക്കുന്ന ഒരു സന്ദർഭം തീർച്ചയായും വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തം വിഡ്ഢിത്തത്താലും അവിദ്യയാലും ഇനി വസ്തുത വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അങ്ങനെ ജീവിച്ചോ. നാളെ മഹ്ശറയിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങളുടെ ഓരോ ചെയ്തിയും സാക്ഷ്യപ്പെടുത്തുന്ന കർമ്മരേഖകൾ ഒരു കുറവുമില്ലാതെ തയ്യാറാക്കി വെച്ചതും നിങ്ങൾ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും. പരലോക വിശ്വാസത്തോടുള്ള നിങ്ങളുടെ ഇപ്പോഴുള്ള നിഷേധവും പരിഹാസവും നിങ്ങളെ എന്തുമാത്രം ഭയാനകമായ ആപത്തിലാണ് അകപ്പെടുത്തിയതെന്ന് നിങ്ങൾക്ക് അന്ന് ബോധ്യപ്പെടും. ഹാമീം എന്ന കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. 37 സൂക്തങ്ങളുള്ള ഈ അധ്യായത്തിലെ അവസാന വചനം വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു അജയ്യനും അഭിജ്ഞനുമാണ്, യുക്തിജ്ഞനുമാണ് എന്ന വാക്കോട് കൂടിയിട്ടാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദും ആഖിറത്തും വളരെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ആത്മവിശ്വാസത്തോടുകൂടി ഉൾക്കൊള്ളാനും ഈ അധ്യായം നമ്മെ വലിയൊരളവിൽ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.